ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോ മാർക്കറ്റ് അപ്ഡേറ്റുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മാർക്കറ്റ് ഇന്നലെ മുതൽ സഡനായിട്ട് ക്രാഷ് ആവുന്നുണ്ട്. BTC ആണെങ്കിലും ഇതേറിയം ആണെങ്കിലും അൾട്ട്കോയിൻസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കറക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ വളരെ നല്ല രീതിയിലേക്ക് ക്രാഷ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ട്വിറ്റർ, ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം ഒക്കെ ഫോളോ ചെയ്യാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ബിറ്റ് കോയിൻ്റെ കേസ് നോക്കാം. ഇന്നലെ വരെ ഒരു $71,000 അടുപ്പിച്ച് ട്രേഡ് ആയിക്കൊണ്ടിരുന്ന ബിറ്റ് കോയിൻ പെട്ടെന്ന് ഇടിഞ്ഞ് ഏകദേശം ഒരു $65,000 വരെ താഴ്ന്നിട്ടുണ്ടായിരുന്നു. കറൻറ്റ്ലി ബിറ്റ് കോയിൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു $67,400 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് സഡനായിട്ട് ഇങ്ങനെ ഒരു ബിറ്റ് കോയിനിൽ ക്രാഷ് ഉണ്ടായത് എന്നൊന്ന് നോക്കാം. നമുക്കറിയാം, ഇസ്രായേലും അതുപോലെ തന്നെ പാലസ്തീനൊക്കെ തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതിൻ്റെ ഇടയിലാണ് ഇന്നലെ ഇറാൻ ഒരുപക്ഷെ ഇസ്രായേലിനെ അടുത്ത 48 മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് വന്നത്. ഈ ഒരു ന്യൂസ് വന്നതിൻ്റെ ഉടനെ തന്നെയാണ് മാർക്കറ്റ് സഡനായിട്ട് ഡംപ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇങ്ങനെയൊരു അറ്റാക്ക് നടക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്, പലസ്തീനെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. അങ്ങനെ ചേരി തിരിഞ്ഞ് വളരെ വലിയൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. സോ വളരെ വലിയൊരു വാർ വരുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് മാർക്കറ്റ് പെട്ടെന്ന് ഡംപായിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു വാർത്തയിൽ കണ്ടതുപോലെ തന്നെ ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് മാർക്കറ്റിന് ഗുണമായിട്ട് ബാധിക്കാനായിട്ട് പോകുന്നില്ല. തീർച്ചയായിട്ടും അത് വളരെ ഒരു ഡംപിലേക്കായിരിക്കും നമ്മുടെ മാർക്കറ്റിനെ നയിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വാർത്തേൻ്റെ മേലെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ വാറിൻ്റെ മേലെ എന്തൊക്കെ തരത്തിലുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും ഇനി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ ഇറാനൊക്കെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അമേരിക്കയൊക്കെ ഉടനെ തന്നെ ഈ ഒരു വാറിലേക്ക് എൻ്റർ ആവാനുള്ള പോസിബിലിറ്റിയും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ നിങ്ങൾ ഈ ഒരു വാർത്തയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നോക്കി വെക്കുക. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ US ഇൻഫ്ലേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ന്യൂസ് കുറച്ച് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അതായത് US ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും മുകളിലാണ് US ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഏകദേശം 3.5% രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഹയർ ദാൻ എക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിലൊരു ഡംപ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ്. പക്ഷേ അതിന് പകരം മാർക്കറ്റ് തിരിച്ചൊന്ന് പമ്പായി വന്നപ്പോഴേക്കാണ് നമുക്ക് ഈ ഒരു വാറിൻ്റെ ന്യൂസ് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ മൊത്തത്തിൽ നെഗറ്റീവ് ന്യൂസ് ആണെന്ന് കരുതി ഒരിക്കലും വിഷമിക്കേണ്ട. വളരെ ബുള്ളിഷ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസും കൂടെ ഇന്നലെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതായത് ഹോങ്കോങ് ഈ വരുന്ന തിങ്കളാഴ്ചയോടുകൂടി ബിറ്റ്കോയിൻ്റെയും അതുപോലെ തന്നെ ഇതേറിയത്തിൻ്റെയും സ്പോട്ട് ETF അപ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു ന്യൂസാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, US ബിറ്റ്കോയിൻ സ്പോട്ട് ETF അപ്രൂവ് ആയി കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വളർച്ച എത്രത്തോളമാണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. സോ തീർച്ചയായിട്ടും ഹോങ്കോങ്ങും ഇതേപോലെ തന്നെ ബിറ്റ്കോയിൻ്റെയും അതുപോലെ തന്നെ ഇതേറിയത്തിൻ്റെയും ETF അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ളൊരു മണീൻ്റെ ഇൻഫ്ലോ നമുക്ക് ബിറ്റ് കോയിനിലേക്കാണെങ്കിലും അല്ല ഇതേറിയത്തിലേക്കാണെങ്കിലും കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഹാവിങ്ങിനോടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വാറ് കൂടുതൽ വേഴ്സ് ആവുകയാണെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും ഇത്തരത്തിലേക്കുള്ള ഒരു വാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം അപ്ഡേറ്റുകളാണ് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.